പറഞ്ഞ നിലപാടില്ലാത്തവൻ എന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത്. ഓക്കെ, നിലപാട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇവന്മാരെല്ലാം പുതിയതായിട്ട് ലൈവ് കാണാൻ തുടങ്ങിയ ആൾക്കാരാണ്. അതായത് ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു 6 മാസം മുന്നേ അതായത് തുപ്പി മാറി നിഹാദായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവന്മാരുടെ ലൈവ് കാണാൻ തുടങ്ങിയത്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള ഞാൻ 3 വർഷമായി സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിന് മുന്നേ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഇത് മുന്നേ അല്ല, ഇതിന് ശേഷവും ഇതിന് മുന്നേ ആയിട്ടും പല പ്രാവശ്യം ഫലസ്തീനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല ലൈവും നമ്മൾ ഫലസ്തീനെ ലൈവായിട്ട് നിന്നിട്ട് അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും ഡൊണേറ്റ് ചെയ്ത് അത്രയും ഫലസ്തീന് വേണ്ടിയിട്ട് നിന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വായിന്ന് വന്നപ്പോഴേക്ക് ഇങ്ങനെ കടിച്ചു കയറാൻ കാത്തിരിക്കുന്ന ചെന്നായിക്കളെ പോലെ കുറേ എണ്ണോട്, അതായത് ഇവന്മാർ വെറുതെ വന്നിട്ട് ഇവരെന്താ പറയുന്നത് അറിയോ? ഇവരൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഹോൾഡ് ചെയ്ത് നോക്കിയത്. ഓക്കെ, ഞാൻ ഇതുവരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, പലസ്തീനെ തന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ എന്തോ ഒരു മെയിൻ കാര്യം ഞാൻ പറയാൻ വന്നല്ലോ. ഫോളോവേഴ്സ് കൂട്ടാനെന്ന് ഞാൻ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്ന ആൾക്കാർ ഇത്രയും കാലമായിട്ട് ഈ 3 വർഷത്തിൻ്റെ അടുക്ക് ഞാൻ സ്ട്രീമിൻ്റെ അടുക്ക് അത്ര പ്രാവശ്യം ഞാൻ പോൾ ഇട്ടിട്ടുണ്ടാവും. ഇസ്രായേൽ വേഴ്സസ് പലസ്തീൻ പോൾ ഞാൻ അത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ അത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടാവും. ഒരു 100 വട്ടം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴെല്ലാം ഒരു 99% ആൾക്കാരും പലസ്തീന് സപ്പോർട്ടും 1% ആൾക്കാർ ഇസ്രായേൽ സപ്പോർട്ടാണ്. ഈ 1% ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക? അല്ല, ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ 1% ആൾക്കാരെ ഞാൻ എന്തിന് സപ്പോർട്ട് ചെയ്യണം? നിങ്ങളെന്താ പറയുന്നത്? എടാ ഞാനൊരു മുസ്ലിമാണ്. ഓക്കെ, ബ്രാഹ്മ മുസ്ലിം. നിങ്ങളത് മറന്നു പോകുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്? തൊപ്പി പറഞ്ഞതിൽ തെറ്റുണ്ട്, ഇറ്റ്സ് ഓക്കെ, വി നോ യു എന്ന് പറയുന്നുണ്ട്. മോനെ പറഞ്ഞതിൽ തെറ്റ്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാലം ഞാൻ ഇത് പറയുമ്പോൾ എല്ലാം ഫസ്റ്റ് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ പച്ചത്തെറിയാമെന്ന് ഞാൻ ഇസ്രായേലിനെ പറയാം. ഓക്കെ, ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പണ്ടത്തെ എൻ്റെ ഒരു ഇതറിയാലോ, എന്ത് പറഞ്ഞാലും ഫസ്റ്റ് ഞാൻ എന്തെങ്കിലും എനിക്ക് ദേഷ്യമുള്ളൊരു കാര്യമുണ്ടെങ്കിൽ ആദ്യം തെറി പറയുക. ഓക്കെ, പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ആൾക്കാരല്ല, കുറച്ച് ആൾക്കാർ ഒരു ഗ്യാങ്ങാണ്. ഓക്കെ, അതിൽ ഒരാൾ എന്നെ അത്രയും ഇഷ്ടമുള്ള ഒരാൾ, എനിക്ക് അത്രയും ഞാനൊരു കമ്പനിയായി, ഇപ്പോൾ ഷമീറിനെല്ലാം പോലെ ഞാൻ അത്രയും കമ്പനിയായ ഒരാൾ, ഇയാൾ ഇസ്രായേലിൻ്റെ സപ്പോർട്ടറാണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇയാളെ ഫ്രണ്ടായത്.